ഹലോ എവരി വൺ, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 189 ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വിത്ത് ഈച്ച് വെർട്ടെക്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആസ് സെന്റർ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ വിച്ച് പാസസ് ത്രൂ ദ അതർ ടു വെർട്ടീസസ് ഈസ് ഡ്രോൺ ടു ഗെറ്റ് ദ ഗിവൺ ഫിഗർ. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ സൈഡ് 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതും 4 ആയിരിക്കും, ഇതും 4 ആയിരിക്കും. ഈ ആംഗിളും 3 ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 3 ആംഗിൾസും കൂടി ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ, ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളുടെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഇത് 60, ഇത് 60, ഇത് 60. അപ്പോൾ നമുക്ക് ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് തന്നതോടെ നമുക്ക് മനസ്സിലായി 3 ആംഗിൾസും 60 ആണ്, ഇത് 60 ആണ്, ഇതും 60 ആണ്, ഇതും 60 ആണ്. അതിൻ്റെ പുറമെ 3 സൈഡ്സും ഇതും 4 ആണ്, ഇതും 4 ആണ്. അതും കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭുജ ത്രികോണാണ്. ഇനി അതിൻ്റെ വെർട്ടീസസ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വെർട്ടെക്സ്, ഈ മൂലകൾക്കാണ് വെർട്ടെക്സ് എന്ന് പറയാം. അപ്പോൾ 3 വെർട്ടീസസ് ഇല്ലേ, ഈ 3 വെർട്ടീസസും എന്താണ്, സെൻറ്ററായിട്ട് എന്ത് വരയ്ക്കുകയാണ്, നമ്മൾ ആർക്കുകൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആൻ ആർക്ക് ഓഫ് സർക്കിൾ വിച്ച് പാസസ് ത്രൂ ദ അതർ 2 വെർട്ടീസസ്. അപ്പോൾ ഇത് സെൻറ്ററായിട്ട് വരയ്ക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വെർട്ടെക്സ് മാത്രം വെച്ചിട്ട് നമുക്ക് പറയാം, ഇത് ഈ വെർട്ടെക്സ് ഇട്ടാം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഇങ്ങനെ ഉണ്ടാവും. ഇത് സർക്കിളിൻ്റെ റേഡിയസും ഇവിടുത്തെ ഈ വെർട്ടെക്സും കൂടിയിട്ട് രണ്ടും ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ശരിക്കും ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ ഇനി ശരിക്കും ഇതെങ്ങനെ ഇങ്ങനെ ഒരു സർക്കിളാണ്, ഒരു സർക്കിളിൻ്റെ ഭാഗമാണ്. ഇത് റേഡിയസ് ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. ഇത് ശരിക്കും ഇങ്ങനെ എന്താണ്, ഇത് വലുതാക്കി നമുക്ക് ഇങ്ങനൊരു സർക്കിൾ കിട്ടുന്ന ഇമാജിൻ ചെയ്യാം. ശരിക്കും ഇങ്ങനെയാണ്, ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂല ഇതെടുത്തു, ഇത് ഇതിൻ്റെ റേഡിയസ് ആയിട്ട് വന്നു. ഇതാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ആർക്ക് വന്നു. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലൈൻ ഉണ്ടെന്ന് മാത്രം. അതേപോലെ നമുക്ക് ഇനി ഇത് വെർട്ടെക്സ് ആക്കി എടുക്കുമ്പോൾ അതുപോലെ എന്ത് വരും, ഇവിടെ ഇത് വെർട്ടെക്സ് ആകുമ്പോൾ ഈ 2 മൂലകളും ഈ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും, ഒരു ചാപം കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ സർക്കിൾ എങ്ങനെ വരിക, ഇതാകുമ്പോൾ എങ്ങനെ വരും, ഇതാ നമ്മൾ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റ് ആയിരിക്കും അതിൻ്റെ ഇത് സെൻറ്ററായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിൾ ഇങ്ങനെ വരും, വേറെ ട്രയാങ്കിൾ ഇങ്ങനെ ആക്കിയിട്ട് വരും. അപ്പോൾ കാര്യം മനസ്സിലായി എങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ പറയുന്നത് എന്താണ്, വാട്ട് ഈസ് പെരിമീറ്റർ. നമ്മളോട് പെരിമീറ്ററാണ് കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ചുറ്റളവാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഈ നീളവും പ്ലസ് ഈ നീളം ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടാം. നമുക്ക് ഈ ഫസ്റ്റ് ഈ ഒരു ആർക്കിലെ ഈ ഒരു ചാപത്തിന് നമ്മൾ 1 പേര് കൊടുക്കാം, ഇതിന് 2 കൊടുക്കാം, ഇതിന് 3 കൊടുക്കാം കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോക്ക്, ഇവിടെ എല്ലാം 4 സെൻറ്റിമീറ്റർ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇതും ഈ 1ഉം 2ഉം 3ഉം 3 ചാപങ്ങളും ഈക്വൽ ആവൂലേ, ഈ 3 ആർക്കുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആർക്ക് ഓഫ് ലെങ്ത് എന്താണ്, ഈ ആർക്ക് ലെങ്ത് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് ഈക്വൽ ടു ഈ ആർക്ക് ലെങ്ത് ഈക്വൽ ടു ഈ ആർക്ക് ലെങ്ത് 3ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ആർക്ക് ലെങ്ത് 3ൻ്റെയും ഈക്വൽ ആണ്. ആർക്ക് ലെങ്ത് അതായത് ചാപത്തിൻ്റെ ഒന്നാം ചാപത്തിൻ്റെ നീളം ഈക്വൽ ടു 2ാം ചാപത്തിൻ്റെ നീളം ഈക്വൽ ടു 3ാം ചാപത്തിൻ്റെ നീളം, 3ഉം ഈക്വലായി. നമുക്ക് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മറ്റു 2ഉം അത് തന്നെയായിരിക്കും. നമുക്കറിയാം ആർക്ക് ലെങ്ത് കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ആർക്ക് ലെങ്ത് ഈക്വൽ ടു അല്ലെങ്കിൽ ചാപത്തിൻ്റെ നീളം ഈക്വൽ ടു 2πr × x/360 ആണ്. ഇനി നമുക്കിവിടെ എന്തെല്ലാം അറിയാം, റേഡിയസ് അറിയോ? നോക്ക്, ഈ പിക്ചർ നോക്കിയാൽ അറിയാം നമ്മൾ ട്രയാങ്കിൾ ഇങ്ങനെ വരുന്നത്, ഇതാണ് സർക്കിൾ. അപ്പോൾ ഇതെല്ലാം റേഡിയസ് ഇവിടെ തന്നിരിക്കുന്ന 4 അല്ലേ. അപ്പോൾ നമുക്ക് റേഡിയസ് അറിയാം. എക്സ് അറിയോ? എക്സ് നമുക്കറിയാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിളുടെ 3 ആംഗിൾസും 60 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഈ 2 നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ r = 4 സെൻറ്റിമീറ്റർ ആണ്, x = 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആർക്ക് ലെങ്ത് 2πr, ആറിന് പകരം എന്താണ് കൊടുക്കുക, 4 ഇൻറ്റു എക്സിന് പകരം 60 കൊടുക്കുക, /360 വന്നു. 0 കട്ട് ചെയ്ത് ഇനി എന്ത് വന്നു, 6 36. 6നും 36നെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമല്ലോ. യെസ്, 6ൻ്റെ ടേബിൾ 6 × 6 ആണ് 36 അല്ലേ. ഇവിടെ 6 വന്നു. ഇനി നമുക്ക് ഇവിടെ 4 ഉണ്ട്. 4നെയും 6നെയും കട്ട് ചെയ്തോടെ. യെസ്, 4നെ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 4നെ കട്ട് ചെയ്യുമ്പോൾ 2 × 2 4, 6നെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരിക, 3 × 2 6. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് വന്നു, 2 × 2π/3 വന്നു അല്ലേ. 2 × 2π/3 വന്നു. അപ്പോൾ നമുക്ക് എത്ര വരിക നോക്കാം.
അപ്പോൾ 2 × 2π എന്ന് പറഞ്ഞാൽ 4π/3. ഇത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 1ൻ്റെ ആർക്ക് ലെങ്ത് ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആർക്ക് ലെങ്ത് ഓഫ് 1. അപ്പോൾ ഇതന്നെയല്ലേ 3ൻ്റെയും ആർക്ക് ലെങ്ത് ഉണ്ടാവുക. പക്ഷേ ഈ 3ൻ്റെയും ആർക്ക് ലെങ്ത് ഒന്നായതുകൊണ്ട് ഇത് 3 കൂടി ഈ ആർക്ക് ലെങ്ത് പ്ലസ് ഈ ആർക്ക് ലെങ്ത് പ്ലസ് ഈ ആർക്ക് ലെങ്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പെരിമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം പെരിമീറ്റർ ഈക്വൽ ടു 4π/3 പ്ലസ് 4π/3 പ്ലസ് 4π/3. അതായത് ഇതിൻ്റെ പ്ലസ് ഇത് 3 ഈക്വൽ ആണ്. ഇങ്ങനെ ഈക്വൽ ആണ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് 3 ഉണ്ട്. അപ്പോൾ 3 × 4π/3 ചെയ്യാം. അപ്പോൾ 3യും 3യും കട്ട് ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 4π സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്താണ് കിട്ടിയിരിക്കുന്നത്? പെരിമീറ്റർ. പെരിമീറ്റർ എത്ര കിട്ടി? 4π സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ?